നമസ്കാരം. അവരവിടെ തുള്ളിച്ചാടി പതാക വീശി പറഞ്ഞയക്കുന്നത് സാധാരണ ഒരു ബീച്ച് റേസിംഗിന്റെ ആരവങ്ങളിലേക്കല്ല, മറിച്ച് വിന്റേജ് കാറുകളും ബൈക്കുകളും എല്ലാം കടൽ തീരങ്ങളിൽ നിറയുന്ന ചരിത്രത്തിന്റെയും വേഗതയുടെയും എല്ലാം ഒരു ആഘോഷത്തിലേക്കാണ്. 1920-30 കാലഘട്ടങ്ങളിൽ യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ കൊട്ടിഘോഷിക്കപ്പെട്ട ആരവങ്ങളിൽ ഒന്നായിരുന്നു ബീച്ച് റേസിംഗ്. നാം മനുഷ്യരുടെ 90% ആഘോഷങ്ങളും പഴമയുടെ ഒരു ഓർമ്മപ്പെടുത്തലാണെന്നിരിക്കെ, യൂറോപ്പിലെ ബീച്ച് സൈഡുകളിൽ സമ്മർ സീസണിൽ ഏറ്റവും അധികം കൊണ്ടാടപ്പെടുന്ന ആഘോഷങ്ങളിൽ ഒന്നായ ബീച്ച് റേസിംഗിലും കാര്യം മറിച്ചല്ല. ഇന്ത്യൻ സ്കൗട്ടും ഹാർലി ഡേവിഡ്സണും ട്രയംഫും ഫോർഡ് മോഡൽ എയും എല്ലാം തുടങ്ങി ഒരു 100 വർഷം മുന്നത്തെ കാലഘട്ടത്തിന്റെ അടയാളപ്പെടുത്തലുകളെല്ലാം നമുക്കിവിടെ കാണാം. ഇവിടെ നാം കാണുന്ന പല വാഹനങ്ങളുടെയും സ്പെയർ പാർട്സുകളുടെ ആവശ്യം വേണ്ടി വന്നാൽ പല മാസങ്ങൾ കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടെന്നിരിക്കെ, വളരെ മനോഹരമായി തന്നെ ഈ വണ്ടികളെയെല്ലാം അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ടും തലമുറകളായി കൈമാറി വന്ന വികാരങ്ങളിലൊന്നായ വാഹന പ്രേമത്തെ ഇവർ മാനിക്കുന്നതിൽ വളരെയധികം സന്തോഷം തോന്നി. ഹിസ്റ്റോറിക് വെഹിക്കിൾ രജിസ്ട്രേഷൻ ലിസ്റ്റുകളിൽ ഇടം നേടിയ കാറുകൾക്ക് മാത്രമേ ഇതിൽ പങ്കെടുക്കാൻ അനുവാദമുള്ളൂ എന്നതിൽ ഇവിടെ വരുന്ന വാഹനങ്ങളുടെയും ഈ റേസിംഗിന്റെയും പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാം. വാഹനവുമായി റേസിംഗിന് വരുന്നവരും കാണാൻ വരുന്നവരും എല്ലാം തന്നെ വിന്റേജ് കാലഘട്ടങ്ങളെ അടയാളപ്പെടുത്തുന്നതിന്റെ ഭാഗമായി അവരുടെ വസ്ത്രധാരണ രീതികളിൽ പോലും ഡ്രസ് കോഡിനായി ടൈയും ഹാറ്റും ഗൂഗിൾസും എല്ലാം ചേർന്ന് തികച്ചും വൈവിധ്യപൂർണമായ ഒരു അനുഭവം തന്നെ നമുക്ക് സമ്മാനിക്കുന്നു. ഒരു വിന്റേജ് വാഹന റേസിംഗ് എന്നതിനേക്കാൾ ഉപരി ഒരു കൾച്ചറിന്റെ പ്രതിഫലനം എന്നോണം ഇതിനെ കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. There is always something to learn എന്ന ആശയത്തെ അന്വർത്ഥമാക്കും വിധം വാഹന വേഗത മത്സരത്തിൽ അവസാനിയായിട്ട് കൂടി ഈ മനുഷ്യരിൽ നിന്ന് എന്തൊക്കെയോ പഠിക്കുവാനുണ്ടെന്ന് എനിക്ക് തോന്നി. ഏതൊരു സാഹചര്യത്തെയും ഇദ്ദേഹത്തെ പോലെ തന്നെ പോസിറ്റീവായി കാണുവാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ. നന്ദി.